നെ വെട്ടി അവിടെ നിങ്ങളുടെ BJP സംസ്ഥാന അധ്യക്ഷനെ വേദിയിൽ ഉപവിഷ്ടരാക്കി നിങ്ങൾ രാഷ്ട്രീയം കളിച്ചെങ്കിൽ രാഷ്ട്രീയം അറിയാത്ത മൊണ്ണയൊന്നുമല്ലോ റിയാസ്. നന്നായി രാഷ്ട്രീയം കളിച്ചു. ഇതാ അവിടെ ഇറങ്ങി റോഡ് ഷോ നടത്തി. കേരളം ചെയ്ത കാര്യങ്ങൾ എണ്ണി ഓരോന്നോരോന്നായി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ദിവസത്തെ രാഷ്ട്രീയ ലൂസർ ആരാണ്? ഈ ദിവസത്തെ രാഷ്ട്രീയ വിജയി ആരാണ്? CVS ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഹാഷ്മി, ഇവിടെ CPM-ൻ്റെ പ്രതിനിധി എന്തൊക്കെയോ റിയാസ് ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം 6000 കോടി രൂപ മുടക്കിയതിനെ പറ്റിയും പറയുന്നുണ്ട്. ഡിസംബർ 2025 വരെയുള്ള കണക്ക് പ്രകാരം നാഷണൽ ഹൈവേ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് മുടക്കിയിട്ടുള്ളത് 67,000 കോടി രൂപയാണ്. 20,000 കോടി രൂപ സ്ഥലമേറ്റെടുക്കലിനും 47,000 കോടി രൂപ നിർമ്മാണ പ്രവർത്തനത്തിനും 2025 ഡിസംബർ വരെ. 6,000 കോടിയാണോ വലുത്, 67,000 കോടിയാണോ വലുതെന്ന് CPM-കാരൻ തീരുമാനിക്കട്ടെ. ഇനി മുഹമ്മദ് റിയാസിൻ്റെ പങ്കിനെ പറ്റി അങ്ങ് ചോദിച്ചു. ആ മുതൽ ഇക്ഷ വരെ ബന്ധമില്ലല്ലോ. നിർമ്മാണത്തിൽ അപാകതയുണ്ടായപ്പോൾ അല്ലെങ്കിൽ പൊളിഞ്ഞു വീണ സമയത്ത് ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, NHA എന്ന് പറഞ്ഞ സൗണ്ട് ക്ലിപ്പ് ഞാനിവിടെ കേൾപ്പിച്ചല്ലോ. അതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്ഥലം ഏറ്റെടുക്കുന്നതിനും മറ്റുമൊക്കെ മുഹമ്മദ് റിയാസ് നിർണായകമായ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. NHA ആക്ട് 1956 പ്രകാരം സ്ഥലം ഏറ്റെടുക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് സ്പെഷ്യൽ ലാൻഡ് അക്വിസിഷൻ ഓഫീസറാണ്. അദ്ദേഹം ഒരു റവന്യൂ ഉദ്യോഗസ്ഥനാണ്. ജില്ലാ കളക്ടർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ആ വേദിയിലിരിക്കാൻ മുഹമ്മദ് റിയാസിനേക്കാൾ അർഹതയുള്ളത് റവന്യൂ മന്ത്രിക്കാണ്. അപ്പോൾ അത് CPI-യുടെ മന്ത്രിയായിട്ടായിരിക്കും രാജനെ മന്ത്രിസഭ വേദിയിലിരുത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒന്നും CPM നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത്. അപ്പോൾ ഇവിടെ ഒരു ചീപ്പ് പൊളിറ്റിക്കൽ ഷോയ്ക്ക് ശ്രമം നടത്തിയിരിക്കുന്നത് മുഹമ്മദ് റിയാസാണ്. നരേന്ദ്രമോദിയുടെ ചെലവിൽ ചില റീൽസും ഒക്കെ ഇട്ട് ചില ഷോയൊക്കെ കാണിച്ച് തെക്കോടൊക്കെ നടന്നതൊക്കെ ചെയ്യാമെന്ന് അദ്ദേഹം കരുതി. അത് നടന്നില്ല. അപ്പോൾ അവിടെ ഇരിക്കാൻ അർഹൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഇതിനേക്കാൾ അർഹമുള്ളവർ. അതുകൊണ്ട് മുഹമ്മദ് റിയാസ് എന്ന വലിയ സംഭവം ഒന്ന് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയാൽ അതിനൊന്നും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ഹാഷ്മി, ഞാൻ മറ്റൊരു കാര്യം പറയാം. നാളെ കോഴിക്കോട് ഒരു മിനിറ്റ് ഹാഷ്മി, ഇച്ഛാശക്തിയുടെ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലെ പൊതുമരാമത്ത് മന്ത്രിയാ റിയാസ്. റിയാസ് ചെയ്തല്ല ഹാഷ്മി. സംഭവിച്ചല്ലാന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഹാഷ്മിക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? ഹാഷ്മി തീരുമാനിച്ചിട്ടുണ്ടോ ഇന്ന് BJP-കാരൻ എന്ത് പറഞ്ഞാൽ എതിർത്ത് ഒരു റീലിനുള്ള വക അവർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നത്? ഇപ്പൊ റിയൽ ഇല്ല ഹാഷ്മി, മൊത്തം റീൽ രാഷ്ട്രീയമാണ് ഹാഷ്മി. എല്ലായിടത്തും റീലിന്റെ കളിയാണ്, എല്ലാവരും റീലിന്റെ പറയാണ്. നോക്കൂ, നാളെ കോഴിക്കോട് വെക്ടർ കൺട്രോൾ യൂണിറ്റ് 2,17,40,000 രൂപ 100% ഫണ്ട് മുടക്കി കേന്ദ്ര ഗവൺമെന്റ് പണി കഴിപ്പിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ആരാ ചെയ്തെന്നറിയോ? വീണ ജോർജ്, സംസ്ഥാന ആരോഗ്യമന്ത്രി. നാളെ ഹാഷ്മി ചർച്ച സംഘടിപ്പിക്കുമോ? എന്തുകൊണ്ട് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി വിളിച്ചില്ല? വീണ ജോർജ് കാണിച്ചത് പൊളിറ്റിക്കൽ ലൂസാണ്, ഇവിടുത്തെ ഹീറോ കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞൊരു ചർച്ച നാളെ ഹാഷ്മി സംഘടിപ്പിക്കുമോ? കേന്ദ്ര ആരോഗ്യമന്ത്രി ഡൽഹി റോഡ് ഷോ നടത്തുമോ? ഏതാ ഞങ്ങൾ ഇമാതിരി ചീപ്പ് പരിപാടി ഒന്നും കാണിക്കാറില്ല. അങ്ങനെ നടത്താനാണെങ്കിൽ എന്തെല്ലാം റോഡ് ഷോ കേരളത്തിൽ അങ്ങോളം നടത്തണമായിരുന്നു BJP. നിങ്ങളുടെ രാഷ്ട്രീയക്കാരൻ അധ്യക്ഷനെ വിളിച്ച് വേദിയിൽ ഇരുത്തിയ പോലെ ഒരു ചീപ്പ് ഷോ മറ്റൊന്നുണ്ടോ? കേന്ദ്രമന്ത്രിമാർ രാജ്യം ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ ഒഫീഷ്യൽ പരിപാടിയിൽ നിങ്ങളുടെ രാഷ്ട്രീയക്കാരൻ അധ്യക്ഷനെ വിളിച്ച് വേദിയിൽ ഇരുത്തിയതിനും വലിയൊരു ചീപ്പ് ഷോ മറ്റെന്താണ്? ചീപ്പ് ഷോ എന്ത് ഷോ? PMO തീരുമാനിച്ചു രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കണം. അല്ല, രാജീവ് ചന്ദ്രശേഖർ അവിടെ ചെന്ന് വെറുതെ കരുതുന്നല്ലോ. PMO-യുടെ ഓഫീസിൽ നിന്ന് ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. PMO തീരുമാനിച്ചു പ്രധാനമന്ത്രിയോട് ആരൊക്കെ വേദി പങ്കിടണമെന്ന് PMO തീരുമാനിച്ചു. പൊതുമരാമത്ത് വെട്ടി രാഷ്ട്രീയക്കാരനെ കൊണ്ട് ഇരുത്തുന്നതിൽ ചീപ്പ് ഷോ വേറെ ഉണ്ടോ? എന്ത് തെളിവ് നിങ്ങളുടെ ഉള്ളത്? ശിലാഫലകം തെളിവ് എന്ത് ശിലാഫലകം? ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കാണിച്ചോ? പ്രേക്ഷകർ കാണുന്ന ശിലാഫലകം തെളിവ് നിങ്ങളുടെ കയ്യിൽ വെട്ടിയതിന് എന്ത് തെളിവുണ്ട് ഹാഷ്മി? ഇവിടെ മന്ത്രി മുഹമ്മദ് റിയാസ് വേദിയിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ ഞാൻ ഈ ചർച്ച ഇപ്പോൾ അവസാനിപ്പിക്കും. നിങ്ങളുടെ കയ്യിൽ വെട്ടിയതിന് എന്താ തെളിവ്? നിങ്ങൾ കുറെ വെട്ടി ഞാൻ തെളിവാ പറയുന്നത്. എന്ത് തെളിവ്? പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ ഇല്ലാത്ത ഒരാടെ പേര് ശിലാഫലകത്തിൽ NHA വെക്കുവോ? ആ NHA ഉദ്യോഗസ്ഥരോട് ചോദിക്കൂ ഹാഷ്മി, ഫോൺ വിളിച്ച് ചോദിക്കുക എന്തിനാ നിങ്ങൾ വെച്ചെന്ന് പേര് വെട്ടിയതിന് തെളിവ് കാണിക്കും. നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടി NHA ഉദ്യോഗസ്ഥർ തോന്നിവാസം ചെയ്യുമെന്നാണോ ജിതേന്ദ്രൻ വിശ്വസിക്കണ്ടേ? CPM പ്രതിനിധിയോട് ചോദിക്കൂ ഹാഷ്മി. ജിതേന്ദ്രൻ സാക്ഷാൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ആരുടെയെങ്കിലും ഒക്കെ പേരെടുത്ത് ശിലാഫലകം ഉണ്ടാക്കി വെക്കുമെന്നാണ് വിചാരിക്കുന്നത്? അങ്ങനെയാണ് NHA-യുടെ പ്രവർത്തനം വിചാരിക്കുന്നത്? കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവ ഉദ്യോഗസ്ഥരുടെ മഹാങ്ങളൊന്നും ആരും പറഞ്ഞ് പഠിപ്പിക്കല്ല എന്റെ പൊന്നു ഹാഷ്മി. NHA മൊത്തം CPM-കാരാണോ? എന്നതാ അതും പഠിപ്പിക്കല്ലേ. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഓരോ കാര്യത്തിന് സമീപിക്കുമ്പോൾ, ജനങ്ങളുടെ പ്രശ്നങ്ങളോട് സമീപിക്കുമ്പോൾ അവരുടെ നിലപാടും ഫോൺ എടുക്കായ്മയൊക്കെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് പഠിപ്പിക്കില്ല. അത് ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല അത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയിൽ NHA-യിലുള്ള CPM നേതാക്കൾ മുഹമ്മദ് റിയാസിന്റെ പേര് എഴുതി വെച്ചു. അങ്ങനെയാണോ ജിതേന്ദ്രന്റെ ആരോപണം? അത് PMO ബ്രേക്കിംഗ് വാർത്തയാ. അത് എല്ലാം ബ്രേക്കിംഗ് അല്ലേ ഹാഷ്മി? PMO അന്വേഷിക്കട്ടെ. PMO അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ ആരാണ് വെച്ചതെന്നും എങ്ങനെയാണ് വന്നതെന്നൊക്കെ. അത് അവരന്വേഷിച്ചോളൂ, നമ്മുടെ വിഷയമല്ലല്ലോ ഹാഷ്മി. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദ് റിയാസിന്റെ പേര് ഒരു പ്രപ്പോസലായിട്ട് സ്റ്റേറ്റ് കൊടുത്തു, അത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് വെട്ടി, അതിന് തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? അല്ലെങ്കിൽ CPM പ്രതിനിധിയുടെ കയ്യിലുണ്ടോ? അപ്പൊ അത് ഉണ്ടെങ്കിൽ പറയാം നിങ്ങൾ വെട്ടി. ഞാൻ അവസാനിപ്പിച്ചേക്കാം ചർച്ച. പ്രകാശം അതിന് നേർക്കുന്ന മറുപടി ഉണ്ടോ? വെട്ടിയത് തെളിവുണ്ടോ?
ഇദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് എന്താ ധാരണ എന്ന് എനിക്കറിയില്ല. ഒരു സംസ്ഥാനത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടി സംബന്ധിച്ചിടത്തോളമുള്ള വിശദാംശങ്ങൾ ഇവിടുത്തെ വകുപ്പുമായിട്ട് കൂടി ചർച്ച ചെയ്യും. അതിനുശേഷമേ PM ഓഫീസ് അംഗീകരിക്കാറുള്ളൂ. ഇത്തവണ അങ്ങനെ യാതൊരു നിലക്കുമുള്ള കാര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ അയച്ചു കൊടുത്തിരിക്കുന്നത് ഡയസ് പ്ലാനാണ്. ഡയസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന സ്ഥലത്തുള്ള അതിൻ്റെ ഏതെല്ലാം മന്ത്രിമാരുണ്ടാവും, ആരെല്ലാമാണ് ഇവിടെ ഇരിക്കുക, അദ്ദേഹം എത്ര നേരം സംസാരിക്കും, അതല്ലേ ഡയസ് പ്ലാൻ. അല്ലാതെ ഇവിടെ ഡിസ്കഷൻ നടത്തിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് സ്വകാര്യമായി കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും സാധനമല്ല. ഈ കേന്ദ്ര ഗവൺമെന്റ് നിയമാനുസരണം ഉണ്ടാക്കിയ സ്ഥാപനമാണ്. ഇവിടെ മന്ത്രി പി ഇന്ന് രാവിലെയാണോ? എനിക്ക് തെളിവുണ്ട്. എന്റെ തെളിവ് എന്താണ്? ശിലാഫലകത്തിൽ പേരുണ്ട്. അതാണ് എന്റെ തെളിവ്. ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. സാറേ, ശിലാഫലകത്തിൽ പേരുണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ. അതേസമയം നോട്ടീസിൽ പേരില്ല. അതാണ് എന്റെ തെളിവ്. വെട്ടിയതിന് അവസാന നിമിഷം വെട്ടിയതിന്റെ തെളിവ് അതാണ്. അതിൽ മേലെ തെളിവ് എന്താ വേണ്ടേ? നക്ഷത്രം പോലെ കല്ല് പോലെ നിൽക്കുക തെളിവ്. നല്ല കട്ടക്ക് കല്ല് പോലെ തെളിവ് നിൽക്കുക. തെളിവ് വയ്ക്കുകയാണോ? തെളിവ് കറുത്ത കല്ലിൽ നിൽക്കുന്നു തെളിവ്. കറുത്ത കല്ലിൽ കൊത്തിയിട്ട മട്ടിൽ നല്ല നക്ഷത്രം പോലെ തെളിവ് നിൽക്കുക. തെളിവ് വയ്ക്കണം. പിന്നെയും ശിലാഫലകം വെട്ടിയപ്പോൾ അത് റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കൾ പറയുന്ന പോലെ വെട്ടിയതിന്റെ റീല് കാണിക്കണോ? ശിലാഫലകത്തിന്റെ കഥ വിടും. താങ്കൾ പറയുന്ന പോലെ വെട്ടിയതിന്റെ റീല് കാണിക്കണോ? അതിന് തെളിവ്. താങ്കൾ പറയുന്ന പോലെ പേപ്പറിൽ വെട്ടിയതിന്റെ റീല് കാണിക്കണോ? തെളിവ്. കറുത്ത ശിലാഫലകത്തിൽ നല്ല നക്ഷത്രം പോലെ അടക്കാ തെളിവ്. അയ്യേ, എന്തോന്ന് ഹാഷ്മി, ഇത് വെട്ടിയതിന് തെളിവുണ്ടെന്ന് പറയുന്നത് നിങ്ങളല്ലേ എന്റെ ഹാഷ്മി? കിടക്ക തെളിവ് കിടക്കാണെന്നേ. എന്തോ ശിലാഫലകത്തിൽ അത് NH ഉദ്യോഗസ്ഥരോട് ചോദിക്കാം. ശ്രീ VS അത് മാത്രമേ മറുപടി ഉള്ളൂ. ശ്രീ VS അത് മാത്രമേ മറുപടി. കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ദേശീയപാത ഉദ്യോഗസ്ഥർ തോന്നിയ പോലെ ഇഷ്ടമുള്ളവരുടെ പേരെഴുതി വെക്കുന്നതാണോ VS ധാരണ? അങ്ങനെ അല്ല. ശ്രീ VS പ്രകാശ് മാസ്റ്റർ പറഞ്ഞു പൂർത്തിയാക്കൂ. ഇന്ന് രാവിലെയാണോ ഇന്ന് നമ്മൾ കേരളം അറിയുന്നത്? ഇത് സംബന്ധിച്ച് കേരളവുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ആകെ കൊടുത്തിരിക്കുന്ന ക്ഷണപത്രവും ഡയസ് പ്ലാനുമാണ്. ഡയസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി സുരക്ഷ ഉറപ്പാക്കാനുള്ള സംഗതിയാണ്. അതല്ലാതെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അതായത് നിങ്ങൾ തറവാട് സ്വത്തൊന്നുമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.